ഞാൻ ഇന്ന് പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 130 മുതൽ 134 വരെയുള്ള 5 വചനങ്ങളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഅ നഫ്സഹു വലഖദിസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറത്തി ലമിനസ് സ്വാലിഹീൻ. സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹീമിൻ്റെ ആദർശത്തോട് വിമുഖത കാണിക്കുക? ഇഹലോകത്ത് അദ്ദേഹത്തെ നാം വിശിഷ്ടനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. തീർച്ചയായും അദ്ദേഹം പരലോകത്ത് സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും. ഇത് കാലലഹു റബ്ബുഹു അസ്ലിം കാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. നീ കീഴ്പ്പെടൂ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ സർവ്വലോക രക്ഷിതാവിന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഇ വയഅ്കൂബു യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹീമും യഅ്കൂബും അവരുടെ സന്തതികൾക്ക് ഈ ആദർശം സംബന്ധിച്ച് വസിയത്ത് നൽകുകയും ചെയ്തു. എൻ്റെ മക്കളെ, നിങ്ങൾക്ക് ഈ മതത്തെ അല്ലാഹു വിശിഷ്ടമായി തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. അതിനാൽ അവന് കീഴ്പ്പെട്ടവരായി മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ ഇടയാകരുത്. ഇപ്രകാരമാണ് അവർ ഓരോരുത്തരും വസിയത്ത് ചെയ്തത്. അം കുന്തും ശുഹദാഅ ഇദ് ഹലറ യഅ്കൂബൽ മൗതു ഇദ് ഖാല ലിബനീഇ മാ തഅബുദൂന മിൻ ബഅദി ഖാലൂ നഅബുദു ഇലാഅക വ ഇലാഹ ആബാഇക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹം വാഹിദൻ വ നഹ്നു ലഹു മുസ്ലിമൂൻ. എനിക്ക് ശേഷം ഏതൊരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുക എന്ന് യഅ്കൂബ് മരണം ആസന്നമായ സന്ദർഭത്തിൽ തൻ്റെ സന്തതികളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ അവിടെ സന്നിധരായിരുന്നോ? അവർ പറഞ്ഞു, താങ്കളുടെ ആരാധ്യനായ താങ്കളുടെ പിതാക്കളായ ഇബ്രാഹീമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ആരാധ്യനായ ഏകദൈവത്തെ മാത്രം ഞങ്ങൾ ആരാധിക്കും. ഞങ്ങൾ അവന് കീഴ്പ്പെട്ടു ജീവിക്കുന്നവരുമായിരിക്കും. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അത് കഴിഞ്ഞുപോയ ഒരു സമൂഹമാകുന്നു അവർക്കുള്ളത്. അവർ സമ്പാദിച്ചതാകുന്നു നിങ്ങൾക്കുള്ളത് നിങ്ങൾ സമ്പാദിച്ചതും. അവർ പ്രവർത്തിച്ചിരുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അജീവാനന്ദം മുറുകെ പിടിച്ച മഹത്തായ ആദർശത്തെക്കുറിച്ച് അനേകം ഖുർആൻ സൂക്തങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. 3-ാമത്തെ അധ്യായത്തിലെ 95-ാമത്തെ വചനം ഇങ്ങനെയാണ്: നബിയെ പറയുക, അല്ലാഹു സത്യം പറഞ്ഞിരിക്കുന്നു. ആകയാൽ ഋജുമാനസനായി വർത്തിച്ച ഇബ്രാഹീമിൻ്റെ ആദർശം നിങ്ങൾ പിന്തുടരണം. അദ്ദേഹം ബഹുദൈവാരാധകരുടെ കൂട്ടത്തിലായിരുന്നില്ല. 6-ാമത്തെ അധ്യായത്തിലെ 79-ാമത്തെ വചനം ഇങ്ങനെയാണ്: തീർച്ചയായും എൻ്റെ മുഖം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനിലേക്ക് ഞാൻ തിരിച്ചിരിക്കുന്നു. മനസ്കനായിക്കൊണ്ട് ഞാൻ ബഹുദൈവാരാധകരിൽ പെട്ടവനല്ല. 22-ാമത്തെ അധ്യായത്തിലെ 78-ാമത്തെ വചനം ഇങ്ങനെയാണ്: അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യേണ്ട മുറപ്രകാരം നിങ്ങൾ ജിഹാദ് ചെയ്യുക. അവൻ നിങ്ങളെ ഉത്കൃഷ്ടരായി തെരഞ്ഞെടുത്തിരിക്കുന്നു. മതകാര്യത്തിൽ യാതൊരു പ്രയാസവും നിങ്ങളുടെ മേൽ അവൻ ചുമത്തിയിട്ടില്ല. നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിൻ്റെ ആദർശമത്രേ അത്. മുമ്പും അതായത് മുൻ വേദങ്ങളിലും ഇതിലും അതായത് ഈ വേദത്തിലും അല്ലാഹു നിങ്ങൾക്ക് മുസ്ലിങ്ങളെന്ന് പേർ നൽകിയിരിക്കുന്നു. റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കാനും നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കാനും വേണ്ടി. ആകയാൽ നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അല്ലാഹു മുറുകെ പിടിക്കുകയും ചെയ്യുക. അവനാണ് നിങ്ങളുടെ രക്ഷാധികാരി. എത്ര നല്ല രക്ഷാധികാരി, എത്ര നല്ല സഹായി! ഇബ്രാഹീമി ആദർശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഖുർആൻ സൂക്തങ്ങളിൽ ഒന്നിച്ചെടുത്തു നോക്കിയാൽ കണിശമായ ഏകദൈവ വിശ്വാസം
അള്ളാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെടൽ, തികച്ചും അവക്രമായ ജീവിതത്തോടുള്ള പ്രതിബദ്ധത, നമസ്കാരം, സക്കാത്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ത്യാഗ സമരങ്ങൾ എന്നിവയാണ് ആ ആദർശത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെന്ന് കണ്ടെത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശുദ്ധ ഖുർആനെയും എതിർക്കുന്ന ഇസ്രായേലരും ഇസ്മായിലരും, അതായത് അറബ്യൻ ഗോത്രങ്ങൾ, ഒരുപോലെ ഉന്നയിച്ചിരുന്ന ആക്ഷേപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർവ്വ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി എന്നായിരുന്നു. ആ പൂർവ്വ പിതാവിൻ്റെ ആദർശം എന്താണെന്ന കാര്യത്തിൽ അവരുടെ വീക്ഷണം പരസ്പരം വ്യത്യസ്തമായിരുന്നു താനും. ഇസ്രായേൽ എന്നുകൂടി പേരുള്ള യാക്കൂബ് നബി അലൈഹിസ്സലാം പഠിപ്പിച്ചത് ഇസ്രായേൽ സന്തതികൾക്ക് മാത്രമേ മോക്ഷത്തിനും സ്വർഗപ്രവേശത്തിനും അർഹതയുള്ളൂ എന്ന് സിദ്ധാന്തിക്കുന്ന സാമുദായിക മതമായിരുന്നു എന്നാണ് യഹൂദരുടെ വാദം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 വ്യക്തിത്വങ്ങൾ അടങ്ങിയ ദൈവ സത്തയിൽ അഥവാ ത്രേക ദൈവസങ്കല്പത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ മോക്ഷമുള്ളൂവെന്നാണ് ക്രൈസ്തവരുടെ വാദം. മറ്റു വിഗ്രഹങ്ങളോടൊപ്പം പൂർവ്വ പിതാക്കളായ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ എന്നിവരുടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയാണ് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ചെയ്തത്. അവരുടെ വീക്ഷണത്തിൽ അതായിരുന്നു ഇബ്രാഹിമി ആദർശം. ഇവരൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ആദരിക്കുകയും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുകയും ചെയ്യുന്നവരാണെങ്കിലും യഥാർത്ഥ ഇബ്രാഹിമി ആദർശത്തിൽ നിന്ന് ഈ 3 വിഭാഗങ്ങളും വ്യതിചലിച്ചു പോയിരിക്കുകയാണ്. സർവ്വലോകങ്ങളും പരിപാലിക്കുന്ന ലോകരോട് മുഴുവൻ കരുണ കാണിക്കുന്ന അള്ളാഹുവെ മാത്രം ആരാധിക്കാനും അവന് മാത്രം ജീവിതം അർപ്പിക്കാനുമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചത്. സ്വയം ചമച്ചുണ്ടാക്കിയ മതത്തെ പൂർവ്വപിതാവിൻ്റെ പേരിൽ ആരോപിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവരുടെ നിലപാട് ഇബ്രാഹിമി ആദർശത്തോടുള്ള പ്രതിബദ്ധതയല്ല, വിമുഖതയാണത്രേ. 2-ാമത്തെ അധ്യായത്തിലെ 130 സൂക്തത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത് വിവേകത്തിൻ്റെയും പക്വതയുടെ മാർഗം തിരഞ്ഞെടുക്കുന്നതിന് പകരം മൗഢ്യത്തെ സ്വയം വരിക്കുന്നവർ മാത്രമേ ഇബ്രാഹിം ആദർശത്തോട് വിമുഖത കാണിച്ച് കൃത്രിമ മതങ്ങൾ മുറുകെ പിടിക്കുകയുള്ളൂവെന്നും അള്ളാഹു അറിയിക്കുന്നു. ലോകരെയാകെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏക രക്ഷിതാവിനെ മാത്രം ആരാധിക്കാനും പ്രാർത്ഥിക്കാനുമാണ് പൂർവ്വ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചത്. ചിന്താശീലർക്ക് ശരിയെന്ന് ബോധ്യമാകുന്ന നിലപാടും അതുതന്നെയാണ്. അതിന് പകരം ആ പ്രവാചകരുടെ തന്നെ പ്രതിമയുണ്ടാക്കി പൂജിക്കുന്നതും ഏകരക്ഷിതാവിനെ 3 വ്യക്തിത്വങ്ങളായി വിഭജിക്കുന്നതും സർവ്വവ്യാപകമായി ദൈവിക കാരുണ്യം ഒരു സമുദായത്തിന് മാത്രമായി പരിമിതമാക്കുന്നതും സദ്ബുദ്ധിയുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവന് മാത്രമേ ഇബ്രാഹിമി ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവരുടെ വികലമായ ആശയങ്ങളെ ന്യായീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നതത്രേ ഇതിൽ നിന്നെല്ലാം തെളിയുന്നത്. നിഷ്കളങ്കത, നൈർമല്യം, കലർപ്പില്ലായ്മ എന്നൊക്കെ അർത്ഥമുള്ള സ്വഫ എന്ന ശബ്ദധാതുവിൽ നിന്നുള്ള ഈ ക്രിയാരൂപമാണ് ഇസ്തഫ, കലർപ്പില്ലാത്തത്, വിശിഷ്ടമായത്, മികച്ചത് തിരഞ്ഞെടുത്തു എന്നർത്ഥം. മാനവരാശിക്ക് മൊത്തം നേതാവ് എന്ന സ്ഥാനത്തേക്കും അള്ളാഹുവിൻ്റെ മിത്രം എന്ന സ്ഥാനത്തേക്കും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് അതിനു വേണ്ട വിശുദ്ധിയും വൈശിഷ്ടവും അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണെന്ന് 2-ാമത്തെ അധ്യായത്തിലെ 130 സൂക്തത്തിൽ നിന്ന് വ്യക്തമാക്കുന്നു. ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും അധിപൻ അള്ളാഹു തന്നെയാണ്. ഇഹലോകത്ത് ഉത്കൃഷ്ടമായ പദവികൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന് നൽകിയ രക്ഷിതാവ് പരലോകത്തും സച്ചരിതർക്കിടയിൽ ശ്രേഷ്ഠമായ സ്ഥാനം തന്നെ അദ്ദേഹത്തിന് നൽകും. അദ്ദേഹത്തിൻ്റെ അന്യൂനമായ ആദർശം പിന്തുടരാതെ അദ്ദേഹത്തെ വാഴ്ത്തുക മാത്രം ചെയ്യുന്നവർക്ക് അവിടെ സ്ഥാനമുണ്ടായിരിക്കുകയില്ല. 4-ാമത്തെ അധ്യായത്തിലെ 125-ാമത്തെ വചനം ഇങ്ങനെയാണ്: സദ്വൃത്തനായിക്കൊണ്ട് തൻ്റെ മുഖത്തെ അള്ളാഹുവിന് സമർപ്പിക്കുകയും നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇബ്രാഹിമിൻ്റെ ആദർശത്തെ പിന്തുടരുകയും ചെയ്തവനേക്കാൾ ഉത്തമ മതക്കാർ ആരുണ്ട്? അള്ളാഹു ഇബ്രാഹിമിനെ മിത്രമായി സ്വീകരിച്ചിരിക്കുന്നു. പ്രവാചകന്മാർ ജീവിതത്തിലുടനീളം ഊന്നൽ നൽകിയത് സത്യമതത്തോടുള്ള പ്രതിബദ്ധത സ്വന്തം വിചാര കർമ്മങ്ങളിൽ നിലനിർത്താനും കലർപ്പില്ലാത്ത സത്യസന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുമാണ്. സമൂഹത്തെ പൊതുവായി ബോധവൽക്കരിക്കുന്നത് പോലെയോ
അതിലേറെയോ കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളെയും സത്യത്തിലേക്ക് ക്ഷണിക്കാൻ അവർ ശ്രദ്ധിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിനെ ബഹുദൈവാരാധനയിൽ നിന്ന് പിന്തിരിപ്പിക്കാനും സത്യമതത്തിൻ്റെ മൗലികത ബോധ്യപ്പെടുത്താനും നടത്തിയ ശ്രമം ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. 19-ാമത്തെ അധ്യായത്തിലെ 41 മുതൽ 44 വരെയുള്ള വചനങ്ങൾ ഇങ്ങനെയാണ്. വേദഗ്രന്ഥത്തിൽ ഇബ്രാഹിമിനെ കുറിച്ചുള്ള വിവരം നീ പറഞ്ഞു കൊടുക്കുക. തീർച്ചയായും അദ്ദേഹം സത്യവാനും പ്രവാചകനുമായിരുന്നു. അദ്ദേഹം തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. എൻ്റെ പിതാവേ, കേൾവിയോ കാഴ്ചയോ ഇല്ലാത്ത താങ്കൾക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്ത വസ്തുവെ താങ്കൾ എന്തിന് ആരാധിക്കുന്നു? എൻ്റെ പിതാവേ, തീർച്ചയായും താങ്കൾക്ക് വന്നു കിട്ടിയിട്ടില്ലാത്ത അറിവ് എനിക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. അതിനാൽ താങ്കൾ എന്നെ പിന്തുടരൂ, ഞാൻ താങ്കൾക്ക് ശരിയായ മാർഗം കാണിച്ചു തരാം. എൻ്റെ പിതാവേ, താങ്കൾ പിശാചിനെ ആരാധിക്കരുത്. തീർച്ചയായും പിശാച് പരമകാരുണ്യകനെ ധിക്കരിക്കുന്നവനാകുന്നു. അതുപോലെ മക്കളെ ആദർശ പ്രതിബദ്ധതയുള്ളവരാക്കാനും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹവും പൗത്രൻ യാക്കൂബ് നബി അലൈഹിസ്സലാമും മക്കൾക്ക് ആദർശ വിഷയത്തിൽ നൽകിയ വസിയത്തിനെ കുറിച്ചാണ് 2-ാമത്തെ അധ്യായത്തിലെ 132 സൂക്തത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ശക്തവും വ്യക്തവുമായ ഭാഷയിൽ നൽകുന്ന ഉപദേശത്തിനാണ് വസിയത്ത് എന്ന് പറയുന്നത്. മരണം ആസന്നമായ വേളയിൽ നൽകുന്ന അന്ത്യോപദേശത്തെ കുറിക്കാനും ഈ പദം പ്രയോഗിക്കുന്നു. ഇതിൽ നിന്നുള്ള ക്രിയാരൂപമാണ് വസി. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ വസിയത്തിൻ്റെ കൂടെ മക്കളായ ഇസ്മായിൽ, ഇസ്ഹാഖ് അലൈഹിസ്സലാം എന്നിവരുടെ വസിയത്തിനെ കുറിച്ച് പരാമർശിക്കാതെ പൗത്രൻ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ വസിയത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞത് തങ്ങളുടെ കുലപതിയായ ഇസ്രായേലിലെ, അതായത് യാക്കോബിൻ്റെ മതത്തിലാണ് തങ്ങൾ നിലകൊള്ളുന്നതെന്ന് യഹൂദരും ക്രൈസ്തവരും അവകാശപ്പെട്ടിരുന്നത് കൊണ്ടാകാം. യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ ആദർശവും അദ്ദേഹത്തിൻ്റെ വസിയത്തും പിതാമഹൻ ഇബ്രാഹിം അലൈഹിസ്സലാം അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനായിരുന്നില്ലെന്ന് ഈ സൂക്തം തെളിയിക്കുന്നു. മനുഷ്യർ സ്വയം കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പരമകാരുണ്യകനും സർവജ്ഞനുമായ അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്ത ജീവിത ദർശനമാണ് ഇസ്ലാം എന്നും ആ ആദർശത്തിലായിക്കൊണ്ടല്ലാതെ മരിക്കാൻ ഇടയാകരുതെന്നുമായിരുന്നു ആ പ്രവാചകന്മാരുടെ വസിയത്ത്. മനുഷ്യർക്ക് താരതമ്യേന കൂടുതൽ അറിയാവുന്നത് സ്വന്തം ജീവിതത്തെക്കുറിച്ചാണെങ്കിൽ പോലും ആ അറിവിന് ഏറെ പരിമിതികളുണ്ട്. ഓരോ മനുഷ്യൻ്റെയും വിവിധ കാലഘട്ടങ്ങളിലെ ജീവിത വീക്ഷണം തന്നെ വ്യത്യസ്തമായിരിക്കും. സ്വന്തത്തെക്കുറിച്ച് കൗമാരത്തിലുണ്ടായിരുന്ന പല ധാരണകളും തെറ്റായിരുന്നുവെന്ന് യൗവനത്തിലെത്തുമ്പോൾ വ്യക്തമാകും. മധ്യപ്രായത്തിലും വാർദ്ധക്യത്തിലും ധാരണകൾ വീണ്ടും മാറിമറിയും. കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ മനുഷ്യർ ചിന്തിച്ചിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായാണ് മിക്ക വിഷയങ്ങളെക്കുറിച്ചും ഇന്നത്തെ മനുഷ്യർ ചിന്തിക്കുന്നത്. പാശ്ചാത്യരുടെയും പൗരസ്ത്യരുടെയും ചിന്താഗതിയിലും എപ്പോഴും പ്രകടമായ മാറ്റമുണ്ടാകും. എന്നാൽ എക്കാലത്തെയും എല്ലാ നാട്ടുകാരെയും കുറിച്ച് തെറ്റുപറ്റാതെ സൂക്ഷ്മജ്ഞാനമുള്ളവനാണ് അള്ളാഹു. മനുഷ്യരുടെ സർവത്തോമുഖമായ നന്മക്കായി അവൻ തിരഞ്ഞെടുത്ത ആദർശം എക്കാലത്തും പ്രസക്തവും പ്രായോഗികവുമായിരിക്കും, എല്ലാവർക്കും പ്രയോജനകരവുമായിരിക്കും. അള്ളാഹുവിന് കീഴ്പ്പെടുന്നവനായിക്കൊണ്ടല്ലാതെ മരിക്കാൻ ഇടയാകരുത് എന്നതിന് മരണം അടുത്തുവെന്ന് തോന്നുമ്പോൾ ആദർശ പ്രതിബദ്ധത നിലനിർത്തിയാൽ മതിയെന്ന് അർത്ഥമില്ല. മരണം ഏത് പ്രായത്തിലും സംഭവിക്കാം. രോഗമോ അവശതകളോ ഇല്ലാതിരിക്കെ തന്നെ പെട്ടെന്ന് മരണമുണ്ടാകാം. അതിനാൽ ജീവിതകാലം മുഴുവൻ ആദർശം മുറുകെ പിടിച്ചാൽ മാത്രമേ യഥാർത്ഥ മുസ്ലിമായി മരിക്കാനാകുമെന്ന് ഉറപ്പുവരുത്താൻ കഴിയൂ. പ്രകോപനങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും നിമിത്തം മനസ്സ് പതറിപ്പോകാൻ ഇടയുള്ളതിനാലും ജീവിതം മുഴുക്കെ ആദർശത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് ഏറെ പ്രസക്തിയുണ്ട്. 3-ാമത്തെ അധ്യായത്തിലെ 102-ാമത്തെ വചനം ഇങ്ങനെയാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ ഇടയാകരുത്. യാക്കൂബ് നബി അലൈഹിസ്സലാമിയെയും സന്തതികളെയും സംബന്ധിച്ച് സൂറത്തുൽ യൂസുഫിൽ അധ്യായം 12 വിവരിച്ചിട്ടുണ്ട്. അവരിൽ ചിലർ അനുജനായ യൂസുഫിനെ
യൂസുഫിനെതിരിൽ ഉപജാപം നടത്തുകയും അദ്ദേഹത്തെ കിണറ്റിലെറിയുകയും ചെയ്തിട്ടുണ്ട്. പിൽക്കാലത്ത് അവരെല്ലാം ഖേദം പ്രകടിപ്പിച്ച കാര്യം 12-ാമത്തെ അധ്യായത്തിലെ 97-ാമത്തെ സൂക്തത്തിൽ കാണാം. അവർ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചതായി ഖുർആനിൽ പറഞ്ഞിട്ടില്ല. യാക്കൂബ് അലൈഹിസ്സലാം ജീവിത സായാഹ്നത്തിൽ മക്കളുടെ ആദർശ പ്രതിബദ്ധതയെക്കുറിച്ച് ഉറപ്പുവരുത്താൻ ആഗ്രഹിച്ചിരിക്കുക സ്വാഭാവികമാണ്. ഞങ്ങളുടെ വംശപിതാവായ ഇസ്രായേലിൻ്റെ അന്ത്യോപദേശപ്രകാരമാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് യഹൂദർ അവകാശപ്പെട്ടിരുന്നത് കൊണ്ടായിരിക്കാം ആ അന്ത്യോപദേശത്തിന് നിങ്ങൾ സാക്ഷികളായിരുന്നോ എന്ന് അള്ളാഹു ചോദിച്ചത്. യാക്കൂബ് നബി അലൈഹിസ്സലാം മരണക്കിടക്കയിൽ വെച്ച് മക്കളോട് ആദർശത്തെ സംബന്ധിച്ച് സംവദിച്ച കാര്യം ബൈബിളിൽ കാണുന്നില്ലെങ്കിലും യഹൂദരുടെ മതഗ്രന്ഥമായ തൽമൂദിൽ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെന്ന് ചില ഖുർആൻ വ്യാഖ്യാത ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താങ്കളുടെയും താങ്കളുടെ പിതാക്കളായ ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ആരാധ്യനായ ഏകദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുക എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാമുടെ മക്കൾ പറഞ്ഞതിൽ നിന്ന് ഗ്രഹിക്കാവുന്നത് അദ്ദേഹത്തിൻ്റെ പിതൃവ്യനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും പിതാക്കളുടെ കൂട്ടത്തിൽ അവർ ഗണിച്ചിരുന്നത് എന്നാകുന്നു. അതായത് ഇന്ന് യഹൂദരും ക്രൈസ്തവരും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിയോട് പുലർത്തുന്ന അവജ്ഞ അവർ പുലർത്തിയിരുന്നില്ല എന്ന് ഇവിടെ പിതാവിനെയും പ്രത്യവനെയും പിതാമഹനെയും ഉൾക്കൊള്ളുന്ന അർത്ഥത്തിലാണ് പിതാക്കൾ എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത്. അനേകം ഖുർആൻ സൂക്തങ്ങളിൽ ഈ പദം ഇപ്രകാരം പൂർവികരെ പൊതുവായി ഉദ്ദേശിച്ചും കൊണ്ട് പ്രയോഗിച്ചിട്ടുണ്ട്. 2-ാമത്തെ അധ്യായത്തിലെ 170-ാമത്തെ വചനം ഇങ്ങനെയാണ്: അള്ളാഹു അവതരിപ്പിച്ചത് പിൻപറ്റി നിങ്ങൾ ജീവിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ, അല്ല, ഞങ്ങളുടെ പിതാക്കൾ സ്വീകരിച്ചതായി കണ്ടതേ ഞങ്ങൾ പിൻപറ്റുകയുള്ളൂ എന്നായിരിക്കും അവർ പറയുന്നത്. അവരുടെ പിതാക്കൾ യാതൊന്നും ചിന്തിച്ചു മനസ്സിലാക്കാത്തവരും നേർവഴി കണ്ടെത്താത്തവരും ആയിരുന്നെങ്കിൽ പോലും അവരെ പിൻപറ്റുകയോ? എക്കാലത്തും പല സമൂഹങ്ങളിലും പിതാക്കളുടെ പേരിൽ അഭിമാനം കൊള്ളുന്നവരും അവരുടെ ആശയാദർശങ്ങളെ ന്യായീകരിക്കുന്നവരുമാണ് ഇസ്ലാമിക ദൃഷ്ട്യാ സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളുമായ പൂർവികർ മാത്രമേ മാതൃകായോഗ്യരാവുകയുള്ളൂ. അവരുടെ പേരിൽ പോലും വെറുതെ അഭിമാനം കൊള്ളുന്നതുകൊണ്ട് കാര്യമില്ല. അവരുടെ ഉത്തമമായ ആദർശം ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും നേടിയെടുക്കാൻ കഴിയൂ. പിതാക്കളുടെ ആദർശ പ്രതിബദ്ധത കൊണ്ട് പുത്രന്മാരും പൗത്രന്മാരും അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാകുകയില്ല. മക്കളുടെ മഹത്വ നിമിത്തം സത്യനിഷേധികളും ദുർമാർഗികളുമായ പിതാക്കൾക്ക് മോക്ഷം ലഭിക്കുകയുമില്ല. പ്രവാചക ശ്രേഷ്ഠൻ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകന് സത്യവിശ്വാസിയും സന്മാർഗിയുമാകാൻ അനുഗ്രഹം ലഭിച്ചില്ല. അള്ളാഹുവിൻ്റെ മിത്രമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ പിതാവ് ആസറിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ. ഏതൊരാൾക്കും സ്വന്തം സത്യവിശ്വാസത്തിൻ്റെയും സൽക്കർമ്മങ്ങളുടെയും ഫലം മാത്രമേ ലഭിക്കൂ. സ്വന്തം പാപത്തിൻ്റെ ശിക്ഷ മാത്രമേ ഏതൊരാളും അനുഭവിക്കേണ്ടി വരൂ. ഇതത്രേ 2-ാമത്തെ അധ്യായത്തിലെ 134 സൂക്തത്തിൻ്റെ താല്പര്യം. 53-ാമത്തെ അധ്യായത്തിലെ 36 മുതൽ 40 വരെയുള്ള വചനം ഇങ്ങനെയാണ്: അതല്ല, മൂസയുടെ കടമകൾ നിറവേറ്റിയ ഇബ്രാഹിമിൻ്റെയും പത്രികകളിലുള്ളതിനെക്കുറിച്ച് അവന് വിവരം അറിയിക്കപ്പെട്ടിട്ടില്ലേ? അതായത്, പാപഭാരം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ലെന്നും മനുഷ്യന് താൻ പ്രയത്നിച്ചതിനല്ലാതെ മറ്റൊന്നുമില്ല എന്നും അവൻ്റെ പ്രയത്നഫലം പിന്നീട് അവന് കാണിച്ചു കൊടുക്കപ്പെടും എന്നുമുള്ള കാര്യം.